നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക. അപ്പോൾ നീ ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാകും. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം തിരുവചനം. ദൈവത്തിൻ്റെ അമ്മ ദൂതനോട് പറയുന്നത് ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചെന്നാണ്. ശക്തന്മാരെ സിംഹാസനത്തിൽ മറച്ചിട്ടു, എളിയവരെ അവിടുന്ന് ഉയർത്തി. ഏശയ്യാ പ്രവാചന പുസ്തകം 66:2. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം എളിമയുള്ള ജീവിതത്തിലേക്കാണ് കടന്നു വരുന്നത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം. ഈശോ പറഞ്ഞു, ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എളിമയോടുകൂടി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ കരം നമ്മളെ നയിക്കും. അദൃശ്യമായ കരം നമ്മളെ പരിപാലിക്കും. എപ്പോഴും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഉള്ളിൽ ജീവിതത്തിൽ ഉണ്ടായിരിക്കും.